രാഗവേദിയിൽ മനോഹര ഗാനവുമായി ആര്യനെത്തുന്നു. തുടർന്നും വേദിയിൽ മനോഹര നിമിഷങ്ങളാണ് അരങ്ങേറുന്നത്. വേദിയിൽ MG സാറിനെ വിറപ്പിച്ച താരം ചെമ്പകപ്പൂ എന്നുള്ളത് പിച്ചകപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടൂ ഇല്ലല്ലോ? പാടില്ല. പാടൂ ഇല്ല. എങ്ങേ വേദിയിൽ മനോഹര ഗാനവുമായി കുട്ടി റാണി എത്തുന്നു. എന്റെ ഈ വേഷം കണ്ടിട്ട് ഏത് പാട്ടാണ് തോന്നുന്നത്? എന്റെ കൽബിലെ വെണ്ണിലാവിലെ താരം മനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഫീൽ ആക്കുന്നെ പാട്ടില്. വേദിയിൽ മനോഹര ഗാനവുമായി ഋതുവീണ എത്തുന്നു. വേദി വിസ്മയത്തിലാക്കി അലീന പീറ്റർ. എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. അലീന പീറ്റർ ഇങ്ങനെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അലീന മനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. സൂപ്പർ. പാടി എന്നോടാണോ? ഡെയിനെ പാട്ട് പ്രാക്ടീസ് ചെയ്യിച്ചു MG സാർ. നല്ല ഭാവം ഉണ്ടായിരുന്നു പാടുന്നത്. നിളയിൽ പോയി കുളിച്ചിട്ട് വാ. മലയാളി മനസ്സുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഇമ്പമേറെ ഗാനങ്ങളാണ് താരങ്ങൾ ആലപിക്കുന്നത്. ഭയങ്കര ഒരു നിഷ്കളങ്കത വഴിഞ്ഞൊഴുകുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് കുട്ടികളിൽ ഒരു വേദിയിൽ മനോഹര ഗാനവുമായി തപസ്സിക്കുട്ടി എത്തുന്നു. എങ്ങനെ പറ്റുന്നത്? ഇത് ലോകത്തിലൊരു മനുഷ്യനും പറ്റാത്ത കാര്യം. ഇന്ന് വേദിയിൽ റിമി ടോമി തപസ്യയോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്നുണ്ട്. പെട്ടി പെട്ടി ശൃംഗാരപ്പെട്ടി, പെട്ടി തുറന്നാൽ കായം മണക്കും. വർത്താനം പറയുമ്പോൾ നമുക്ക് ആ ചിരി കാണാം. പാട്ടിലൂടെ യഥാർത്ഥ ഗാനത്തിന് തനിമ ഒട്ടും ചോരാതെ തന്നെയാണ് കുട്ടിത്താരം ഗാനം ആലപിക്കുന്നത്. പാട്ടാണോ? കൃത്യമായിട്ട് ഒപ്പിയെഴുത പാടിയിട്ടുണ്ട്. വേദി ഞെട്ടിച്ചു ആൻസർ കുട്ടി. പാടുമ്പോ ചിരിച്ചോണ്ട് പാടും. തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. ചിരിക്കാറില്ല, ചിരിച്ചാൽ സ്മൂത്തായിട്ട് മോള് പാടിക്കൊണ്ടുപോയി. മീനൂട്ടിയുടെ അഭാവത്തിലും ഡെയിൻ മനോഹര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. റിമി ടോമിൽ ഉത്തരം മുട്ടിച്ച കുട്ടിത്താരം. ഇവിടെ പാടുന്ന ഓരോ പാട്ടും ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന അതൊരു ചെറിയ കാര്യമാണോ? വലിയ കാര്യം. വേദിയിൽ മനോഹര ഗാനവുമായി ഇശൽക്കുട്ടി എത്തുന്നു. ഇതല്ല മോള് ഈ പാട്ടൊക്കെ മൂക്ക് വെച്ച് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ മോള് ഈ പാട്ടൊക്കെ മൂക്ക് വെച്ച് അലക്കാൻ സാധിക്കും. യഥാർത്ഥത്തിലുള്ള ഇങ്ങനെയല്ല.